അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ജിദ്ദയിലെ ഷർഫിയയിലാണ്. ഇവിടെ നിന്നും എല്ലാ ദിവസവും രാത്രി 7:30, 8:30, 9:30 എന്നീ സമയങ്ങളിൽ മദീനയിലേക്കുള്ള യാത്രാ ബസ്സുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മദീനത്തേക്കുള്ള നമുക്കൊരു യാത്ര ചെയ്യണമെങ്കിൽ ഒരാളിപ്പോൾ വിസിറ്റിങ്ങിന് വന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഉംറയ്ക്ക് വന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? മദീനത്തേക്ക് അൽഹംദുലില്ലാ എല്ലാ ദിവസവും ജിദ്ദയിൽ ദിവസമാണ്. ടൈമുകളൊന്ന് പറയാൻ പറ്റുമോ? എല്ലാ ദിവസവും മഗ്‌രിബിൻ്റെ ശേഷം ഇശാൻ്റെ ശേഷം ഇങ്ങനെ വണ്ടി അതിൽ പോക്ക് വരവ് റൂം ഭക്ഷണം ഒക്കെ സംവിധാനങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടത്. 110-120 ഈ റേറ്റിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിച്ചു തരും. അവിടെ നമുക്ക് എന്തൊക്കെ അതിൽ 3 നേരം ഭക്ഷണം ഉണ്ടാവും, റൂം ഉണ്ടാവും. സുബഹിൻ്റെ മുമ്പായിട്ട് അവിടെ എത്തും. സുബഹി നിസ്കാരം ഹറമിൽ, പിന്നെ ളുഹർ, അസ്ർ, മഗ്‌രിബ്, ഇശാ. വെള്ളിയാഴ്ചയാണ് ജുമുഅ. ഇശാ കഴിഞ്ഞ് തിരിച്ചു വരും. പോകുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും കയറാനുള്ള സാധിക്കുന്നുണ്ടോ? പോകുന്ന സമയത്ത് മറ്റ് സിയാറകളുണ്ട്. മസ്ജിദ് ഖുബയിലേക്ക് പോകും, അതേപോലെ ഉഹദിൽ പോകും. ചില ദിവസങ്ങളിൽ ബദറും ടച്ച് ചെയ്തുകൊണ്ടാണ് പോകാം. ഓക്കെ. ഇൻഷാ അല്ലാഹ് ഇനി റമദാനിൽ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പുറപ്പെടും. പിന്നെ അത്താഴ സംവിധാനം നമ്മൾ ചെയ്യും. അതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് സുബഹി നിസ്കരിക്കുന്ന ഹറമിലെത്തും. അവിടെ തറാവീഹ് കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരിക. തറാവീഹ് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഈ 3 ഭക്ഷണം റൂമിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് രാവിലെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങൾ കാണണമെങ്കിൽ എന്താണ് മറ്റ് സ്ഥലങ്ങൾ? മദീനത്തുള്ള ചരിത്ര കേന്ദ്രങ്ങൾ ഒരുപാട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ പ്രസ്, അതേപോലെ ബിയറു റൂമ, ബിയറു ഖറസ്, ഹന്തക്കിലെ പള്ളികൾ, മസ്ജിദ്, ഇങ്ങനെ തുടങ്ങി 10-25ഓളം സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മലയാളികളായ ഡ്രൈവർമാരുണ്ട്. അവർ ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തം പോയി ഇറങ്ങി 3 മണിക്കൂർ വരും. അവർ ചിലവർ 30 റിയാൽ വാങ്ങും, ചിലവർ 40 റിയാൽ വാങ്ങും. എല്ലാ സ്ഥലവും കാണിച്ചുകൊണ്ട് അതും കാണുന്ന സംവിധാനം നമ്മൾ വണ്ടി പോകുമ്പോൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. തിരിച്ചു വീണ്ടും നമ്മൾ ഇശാ നിസ്കരിച്ച് അല്ലെങ്കിൽ തറാവീഹ് കഴിഞ്ഞ് തിരിച്ചു പോകും. ഇവിടെ 3 മണിയാകുമ്പോൾ സാധാരണഗതി എത്താറുണ്ട്. ഇനി തറാവീഹ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? സുബഹി ഈ ഒരു 18-25 സ്ഥലങ്ങൾ പറഞ്ഞല്ലോ, അത് എത്ര മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതാണ്? നമുക്ക് 3 മണിക്കൂർ വേണം ചുരുങ്ങിയത് എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പുലർച്ചയ്ക്ക് എത്തി. നിങ്ങൾ പറഞ്ഞ ഈ 2 സ്ഥലത്ത് പോയിട്ട് റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഹറമിലെ സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം താല്പര്യമുള്ളവർക്ക് പോകാം. അതിന് നേരെ 40 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ച് വീണ്ടും ഹറമിലേക്ക് തന്നെ വരാം. എന്നിട്ട് ഭക്ഷണം കഴിച്ച് വീണ്ടും നമുക്ക് ഹറമിലേക്ക് ചിലവഴിക്കാം രാത്രി വരെ. എന്നിട്ട് രാത്രി ബസ്സിന് തിരിച്ചു ഇങ്ങോട്ടുന്ന തിരിച്ചു വരാം. എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഈ ഒരു വരവിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഒരു ദിവസം. പിന്നെ അതേപോലെ ദിവസങ്ങൾ കൂട്ടി നിൽക്കേണ്ട ആളുകൾക്ക് സംവിധാനമുണ്ട്. 2 ദിവസം 3 ദിവസം ഫാമിലി ആയിട്ട് വരുമ്പോൾ അതിനൊക്കെ ചാർജ് എത്ര വരുന്നുണ്ട്? അതിന് റൂമിൻ്റെ ചാർജ് എക്സ്ട്രാ വരും. ടിക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ്. അതിലാണ് ഇപ്പോൾ ഈ 100-110 നിങ്ങൾ പറയുന്ന ഈ ഒരു ചാർജ് 120 ചാർജ്. പിന്നെ അവർക്ക് എന്നാ തിരിച്ചു വരേണ്ട അനുസരിച്ച് വ്യത്യസ്ത ദിവസങ്ങൾ. ബസ്സിലൊക്കെ നല്ല സൗകര്യമുള്ള ബസ്സാണ്. എല്ലാം കൊണ്ടും എല്ലാം നല്ല 450 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ബസ്. നമുക്ക് യാത്രയിൽ പറഞ്ഞു തരാനുള്ള കാര്യങ്ങളൊക്കെ അതിന് എല്ലാത്തിലും ഓരോ ഗൈഡ് ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. നമുക്ക് എന്തൊക്കെയാണ് ചരിത്രങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ്. ഒന്നു തൊട്ടോട്ടെ നല്ല മണ്ണിൽ തട്ടി മാറ്റിടുമോ സ്നേഹമുല്ലി. ഒന്നു തൊട്ടോട്ടെ നല്ല മണ്ണിൽ തട്ടി മാറ്റിടുമോ സ്നേഹമുല്ലി. തൗബ ചെയ്തോട്ടെ കാലിൻ ചോട്ടിൽ തൂബാലക്കയെന്ന് ചൊല്ലാമോ മെല്ലെ. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാൻ. ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപം